ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇവൻ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു സിനിമക്ക് പോയാലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോവാം. അപ്പോൾ ഏത് പടത്തിനാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് ഡയസിറി എന്ന് പറഞ്ഞ ഒരു പടമുണ്ട്, അത് കാണാൻ പോവാം. ഞാൻ പറയടാ അത് അല്ല, നാളെ പൃഥ്വിരാജിൻ്റെ പടം ഇറങ്ങുന്നുണ്ട്, വിലായത്ത് ബുദ്ധ, അത് കാണാൻ പോവാന്ന് പറഞ്ഞ് ഞാനിവനെ നിർബന്ധിച്ച് ടിക്കറ്റ് എടുപ്പിച്ച് ഞങ്ങൾ സിനിമയ്ക്ക് പോയി. അപ്പം ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നടാ, ഇതുപോലൊരു പടം എൻ്റെ ലൈഫിൽ ഇത്രയും അത് കുറെ ആശിച്ച് കാണാൻ വേണ്ടി പോയതാണ്. കാരണം കുറെ ദിവസമായി കുറെ നാളായി പടമൊക്കെ കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഡൈസർക്ക് പോകാൻ വേണ്ടി തന്നെ ഇരുന്നാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോ എന്നാ എന്തായാലും ആവട്ടെ, പടം കാണാൻ പോവാം, ഇറങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് കാണാന്നുള്ളൊരു മൈൻഡില് റിവ്യൂ ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പൊ റിവ്യൂ ഒന്നും കാണാതെ ഞങ്ങള് വൈകിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി. ഞങ്ങളുടെ കൂടെ വേറൊരു കൂട്ടുകാരൻ കൂടി ഉണ്ടായി, നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്യണ നമ്മുടെ കൂടെ തന്നെയുള്ള കൂട്ടുകാരനും ഉണ്ടായി. അപ്പൊ ആള് നന്നായിട്ട് എന്താ പറയാ, നമ്മുടെ പൃഥ്വിരാജിന്റെ ഫാനാണ്. അപ്പൊ അതും കൂടി അപ്പൊ അതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങനെ അതും കൂടി ഉള്ളത് നമ്മൾ ആ പടത്തിന് വേണ്ടി പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് നല്ല പ്രതീക്ഷ ഉണ്ടായി, നല്ല പ്രതീക്ഷയോട് പോയി ആ പടം. എന്താ പറയാ, പൃഥ്വിരാജിന്റെ പടമാണ്. അപ്പൊ പിന്നെ ആ പേരൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരു ഒരു ഇത് തോന്നി, നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും എന്തായാലും. ഒരു നമ്മുടെ അത്യാവശ്യം നല്ലൊരു പടം തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ എൻ്റെ പൊന്നളിയാ, ആ പടം കണ്ടിട്ട് തുടക്കം മുതല് അവസാനം വരെ എങ്ങനെ അവിടുന്ന് എണിച്ചിട്ട് പൈസ കൊടുത്ത് കണ്ടാണത്. 3 മണിക്കൂർ ഇത് 3 മണിക്കൂർ ഞാൻ ആലോചിക്കുന്നതല്ല, പൃഥ്വിരാജ് ഈ പടത്തിന് ഡേറ്റ് കൊടുത്ത് ഇതുപോലൊരു പടം ചെയ്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു നോവൽ ബേസ്ഡ് ആണെന്ന് പറയണ്ട, പക്ഷെ അത് എനിക്ക് തോന്നുന്നു നോവലിൽ ഉള്ളതായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഒരു നോവല്. എനിക്കറിയില്ല, ഞാൻ നോവല് വായിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് എനിക്കറിയാം, നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു നോവൽ ബേസ്ഡ് പടമാണ്, അത്യാവശ്യം നല്ല പടമായിരിക്കും എന്ന് അവനും കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ പൃഥ്വിരാജിന്റെ പടമുള്ളൂ. പക്ഷെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലൊരു ചളി പടം. ഭയങ്കര നാടകീയത. അതായത് എന്താ പറയാ, ഡയലോഗ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ പോലും എന്താ പറയാ, നമുക്കങ്ങോട്ട് ദഹിക്കില്ല. ആ ഒരു സെറ്റപ്പിലാണ് സംഭവം. അപ്പൊ ഞങ്ങൾ ഓരോ ഡയലോഗിന്റെ സമയത്ത് ഞാനും ചേട്ടനോട് ഇങ്ങനെ മുഖത്തോട്ട് നോക്കും, ചേട്ടൻ എന്താ സംഭവം. നായിക പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ പൊന്നെ, ഞാൻ വിചാരിച്ച ഇപ്പം ഇങ്ങനെ ഒരു പടമാണ് വിലായത്തെ ബുദ്ധ എന്ന് പറഞ്ഞ പടമാണ്. അപ്പൊ കാസ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം നല്ലതായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച ചേർന്ന. പക്ഷേ നായിക എന്ന് പറയുന്ന കഥാപാത്രം ആ ആളെ സമ്മതിക്കും കേട്ടോ. ഓവറായിട്ട് എങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ പടം. അതെ, വേറെ പടമൊന്നും കിട്ടാത്തോണ്ടാണോ ഈ പടത്തിൽ ഇങ്ങനെ കാണിച്ചെന്നുള്ളത് ഒരു മൈൻഡ് തോന്നിപ്പോയി. പിന്നെ കുറച്ചും കൂടി ഷമ്മി തിലകനാണ് പിന്നെയും കുറച്ചും കൂടി ഒരു കാസ്റ്റിംഗില് ഏറ്റവും ബെറ്റർ, കുറച്ചും കൂടി ഒരു സെറ്റപ്പ് പെർഫോമൻസ് ചെയ്ത് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ എനിക്ക് തിലകൻ ചേട്ടന്റെ ഓർമ്മ, അച്ഛനെ ഓർമ്മ വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും പുള്ളിയുടെ കുറച്ചും കൂടി വയസ്സായുള്ള ഒരു ഇതൊക്കെ കാണിക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കോമഡി കോമഡി പറഞ്ഞ ചേട്ടന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ പുള്ളിയുടെ പുള്ളിയുടെ ആയിട്ട് കുറച്ച് പേരുണ്ട്, അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ പടം ഓവറോൾ പറയുകയാണെങ്കിൽ ഫുള്ള് നെഗറ്റീവാണ് പറയാണ്, ഫ്ലോപ്പാണ് പടം. അത് ഡയറക്ഷൻ സൈഡിന്റെ മിസ്റ്റേക്ക് ആണോ, സ്ക്രീൻ പ്ലേയുടെ മിസ്റ്റേക്ക് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. ഒരു ഡയലോഗ് ഉണ്ട് നമ്മുടെ എന്താ അവരെ ഒരു കാട്ടിലൊരു സംഭവമാണ് അവർ കാണിക്കുന്നത്. അതിലാ ഒരു ഡയലോഗ് പറഞ്ഞു, NH പണിയുന്നു മലയുടെ മേളിലേക്ക്. ആ ഒരു സെറ്റപ്പ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് ഈ കഥയിൽ പറയുന്നത് അവരൊരു മറയൂര്, അതായത് കാടിന്റെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. അത്യാവശ്യം അവിടുത്തെ ലാംഗ്വേജും നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ്, അത് നോർമൽ ലാംഗ്വേജ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ ഭയങ്കര ഇംഗ്ലീഷൊക്കെയാണ് പൃഥ്വിരാജ് പറയണത് അതിനകത്ത്. സാധാരണ കാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ അത്രയും അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുമെന്ന് എനിക്കറിയാവുള്ള. ഭയങ്കര നാടകീയം, എന്താ പറയാ, ഒരു ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിൽ പറ്റ ശോകം. അതുപോലെ അനിമേഷനൊക്കെ കയറ്റിയുണ്ട്. എന്റെ എന്തൊക്കെ ചെയ്ത് അലമ്പാക്കാൻ പറ്റും ഒരു പടം, അത് മുഴുവൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് കേസ് വെച്ച് കഴിഞ്ഞാൽ, ഈ പടം കാണാൻ പോകുന്ന ഒരുപാട് ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ട് പോകരുത്. ഓവർന്നല്ല, എക്സ്പെക്ടേഷനേ ആയിട്ട് പോകരുത്. തലച്ചോറ് എടുത്ത് മാറ്റി വെച്ചിട്ട് പോയി ഒരു പടം കണ്ട് അത്രേ ഉള്ളൂ. വെറുതെ ഒരു 3 മണിക്കൂർ കളയാൻ വേണ്ടി. ഇപ്പം നമ്മള് ഈ ഒരു പടത്തിന് നെഗറ്റീവ് ചെയ്ത് ആ പടം നശിപ്പിക്കാൻ നോക്കണമെന്നല്ല. നമ്മളൊരു സാധാരണക്കാരന്റെ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ.
കാരണം നമ്മൾ ഒത്തിരി ആശിച്ച് പോയി കാണാൻ വേണ്ടി ഒരു പടം കാണാൻ ഒരുപാട് വേണ്ടി പോയത്. fan എപ്പോഴും base നമ്മളങ്ങനെ അല്ല, പടം കാണാൻ പോകാറില്ല, പൃഥ്വിരാജിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പോയതാണ്. അങ്ങനെ പോയതാണ്. പക്ഷേ കാസ്റ്റിംഗ് ഒക്കെ എന്താ പറയാ, കുറെ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര പക്ഷെ ശോഭന. അത് എനിക്കിപ്പോഴും അത് അറിയാത്തൊരു വില്ലന്മാരായിട്ട് രണ്ടുപേരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഔ. എന്റെ പൊന്നെ, പൃഥ്വിരാജിന്റെ ഓപ്പോസിറ്റ് രണ്ട് പിള്ളേരെ രണ്ട് പിള്ളേരെ അത് ഭയങ്കര അതിനെ വൻ തോൽവിയാണ്. തോൽവി. അവരും ഈ പടവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാസ്റ്റിംഗ് ആണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ കണ്ടപ്പോൾ തന്നെ സാധാരണ ഒരു എന്താ പറയാ, ലുക്ക് ബേസ് തന്നെ പൃഥ്വിരാജ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് തോന്നിയത്. പക്ഷെ കഴിഞ്ഞാൽ ഈ ആ ഒരു നാടും പൃഥ്വിരാജും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതിനെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പടത്തിൽ. പിന്നെ കരിവാരി തേച്ച് എല്ലാത്തിനെയും ഓവർ കരിവാരി തേപ്പാണ്, മേക്കപ്പ് ഒന്നും പറയാനില്ല. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ കാസ്റ്റിംഗ് ചെയ്തതിന്റെ എന്ത് കേട്ടിട്ടാണ് ഇപ്പൊ ഈ പൃഥ്വിരാജ് എന്തായാലും കഥ കേട്ടിട്ടായിരിക്കുമല്ലോ ഈ സിനിമയ്ക്ക് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവാന്ന് ഞാൻ ആലോചിക്കണം. കാരണം അതിനുള്ള ഒരു എലമെന്റ്, ഒരു കൈയടിക്കാൻ വന്ന് ആൾക്കാർ കളിയാക്കി ആകെ കൂവി നശിപ്പിച്ച് ആൾക്കാര് ഭയങ്കര ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. പക്ഷെ ആൾക്കാർ പെണ്ണുങ്ങളും പിള്ളേരും കുടുംബമൊക്കെ ആയിട്ട് വന്നിരുന്ന പടമാണ്. പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങനെ തുടക്കത്തിൽ തന്നെ അങ്ങനെ തോന്നിയില്ല. കുറെ ഇന്റിമേറ്റ് സീൻ ഉണ്ട്, എന്റെ ദൈവമേ, സഹിക്കാൻ പറ്റില്ല. ഇന്റിമേറ്റ് സീൻ മാത്രമേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടൊന്നും അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര വൾഗറായിട്ട് പറയാൻ നമുക്ക് അത്ര പടത്തിന്റെ പേര് മറക്കണ്ട, വിലായത്ത് ബുദ്ധാണ് പടത്തിന്റെ പേര്. പൃഥ്വിരാജിന്റെ പടമാണ്, ഇന്നലെ ഇറങ്ങിയുള്ള പടമാണ്. കണ്ടിട്ട് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അതെ നമ്മള് നെഗറ്റീവ് ആക്കാനൊന്നും നോക്കിയതല്ല കേട്ടോ. നമുക്ക് ഈ പടം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയണത്. അപ്പൊ എല്ലാവരും മാക്സിമം കാണാൻ ഞാൻ പറയില്ല, എന്നാലും കണ്ടു നോക്ക്, കണ്ടിട്ട് ഇഷ്ടപ്പെടോ നോക്ക്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതെ നമ്മുടെ അഭിപ്രായം മാത്രമേ ഉള്ളൂ ഇത്. അപ്പൊ ഓക്കെ.